ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി മലപ്പുറം ജില്ലയിൽ നിർമ്മാണം പൂർത്തിയായ രണ്ടാമത്തെ സ്റ്റേഡിയം ഇരുമ്പിളിയം പഞ്ചായത്തിൽ. സ്റ്റേഡിയം ഉദ്ഘാടനം കോട്ടക്കൽ നിയോജകമണ്ഡലം എംഎൽഎ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു. സംസ്ഥാന കായിക യുവജനകാര്യ വകുപ്പിന്റെ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 50 ലക്ഷം രൂപയും എംഎൽഎയുടെ നിയോജകമണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 50 ലക്ഷം രൂപയും ചേർത്ത് 1 കോടി രൂപ ഉപയോഗിച്ചാണ് സ്റ്റേഡിയം നിർമ്മിച്ചത്. ഇരുമ്പിളിയം പഞ്ചായത്ത് പ്രസിഡന്റ് റജുല നൌഷാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ APM മുഹമ്മദ് അഷ്റഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. 105 മീറ്റർ നീളവും 65 മീറ്റർ വീതിയും വിസ്തീർണമുള്ള ഗ്രൗണ്ടാണ് പദ്ധതി പ്രകാരം നിർമ്മിച്ചത്. 11 മഡ് ഫുട്ബോൾ കോർട്ട്, വോളിബോൾ കോർട്ട്, കബഡി കോർട്ട്, 5.5 മീറ്റർ ഉയരത്തിലുമുള്ള ഫെൻസിംഗ്, 92 മീറ്റർ നീളത്തിൽ 3 സ്റ്റെപ്പ് ഗാലറി, RR ബൗണ്ടറി വാൾ, ഗേറ്റ് എന്നീ ഘടകങ്ങളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചിട്ടുള്ളത്. താഴെ ഭാഗത്ത് ചെയിൻ ലിങ്കും നെയ്ലോൺ നെറ്റുമാണ് സ്ഥാപിച്ചിട്ടുള്ളത്. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് കായിക യുവജനകാര്യ വകുപ്പ് ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയിൽ 2.59 ഏക്കർ വിസ്തൃതിയുള്ള ഇരുമ്പിളിയം പഞ്ചായത്ത് സ്റ്റേഡിയം നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചത്. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MV ആസാദ് അജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CP ഉമ്മുകുൽസു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KT മൊയ്തു മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TC ഷമീല ടീച്ചർ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ VT അമീർ AP, സുഹൈറ നാസർ, റിയ ഗോപി, ഫൗസിയ ഗഫൂർ, T അബ്ദുറഹ്മാൻ ആജി, K മുഹമ്മദ് അലി, സലാം ചെമ്മുക്കൻ, PC എന്നൂർ, ബാലചന്ദ്രൻ, അഷ്റഫ് അലി കാലിയത്ത്, K മാനുപ്പ മാസ്റ്റർ, PT ഷഹനാസ്, P ഷമീം മാസ്റ്റർ, അമാന മാനുഹാജി, P സാജിദ് മാസ്റ്റർ, CP നജ്മുദ്ദീൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ അക്ഷയ് എന്നിവരും ജനപ്രതിനിധികളും പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കൂട്ടായി മൗലാന ഫുട്ബോൾ ക്ലബ്ബും നിറമരുദൂർ സ്പോർട്സ് അക്കാദമിയും തമ്മിലുള്ള ഫുട്ബോൾ മത്സരം നടന്നു. കൂട്ടായി മൗലാന ഫുട്ബോൾ ക്ലബ്ബ് 1 ഗോളിന് വിജയിച്ചു. MLA ഫണ്ടിൽ നിന്നും 92 ലക്ഷം രൂപ ചെലവഴിച്ച് കുറ്റിപ്പുറം പകരനെല്ലൂരിലും സ്റ്റേഡിയം നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ.